ഹലോ നമസ്കാരം. നമ്മുടെ നാഗലശ്ശേരി പഞ്ചായത്തിൽ പെരിങ്ങോടിനടുത്ത് വളറംകുന്ന്, അതായത് 11-ാം വാർഡിലെ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു യുവ അഭിഭാഷകയെ ഞാനിന്ന് പരിചയപ്പെട്ടു. അഡ്വക്കേറ്റ് ഫർഹത്ത്. ഫർഹത്ത് നമ്മുടെ പെരിങ്ങോട് സ്കൂളിലാണ് SLC +2 ഒക്കെ കഴിഞ്ഞത്. അതിനുശേഷം തൊടുപുഴയിൽ LLB പൂർത്തീകരിക്കുകയും BBA വിത്ത് LLB ബിരുദം നേടി ഇപ്പോൾ പട്ടാമ്പിയിൽ അഭിഭാഷകയായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഫർഹത്തിനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് കൗതുകരായിട്ട് തോന്നിയത്, വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ പൊതുപ്രവർത്തനത്തിൽ നല്ല താല്പര്യമുള്ള, നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു യുവതിയായിട്ടാണ്. ഭർത്താവ് അനീസ് പ്രവാസിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുമ്പോഴും പൊതുപ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള താല്പര്യം വെച്ച് പുലർത്തുന്ന ഫർഹത്ത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുരംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും നാടിന് എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നിന്ന്, വളറംകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഫർഹത്തിനെ ഇവിടെ പരിഗണിക്കുകയാണ്. ഫർഹത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുമ്പോൾ തന്നെ അവരുടെ കഴിവുകളും അവരുടെ സമർപ്പണ ബുദ്ധിയും ഒക്കെ മനസ്സിലാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഫർഹത്തിനെ നമ്മൾ ഇത്തവണ ജയിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള യുവതികളും പുതിയ കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ നമ്മുടെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ഗുണഫലം നമ്മുടെ നാഗലശ്ശേരി പഞ്ചായത്തിലൊക്കെ ഉണ്ടാവും. നാഗലശ്ശേരിയിൽ നമ്മൾ നല്ല ഒരു മാറ്റമാണ് ഇത്തവണ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വർഷത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഭരണം, അത് നാടിനുണ്ടാക്കിയ വലിയ കെടുതികൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ ഇത്തവണ നല്ലൊരു മാറ്റത്തിൻ്റെ അന്തരീക്ഷം ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫർഹത്തിനെ പോലുള്ള യുവാക്കൾ, അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഇവരുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ അത് നാടിന് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ 11-ാം വാർഡിലെ വോട്ടർമാരോട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭ്യർത്ഥന, ഫർഹത്ത് CP എന്ന് പറയുന്ന ഈ യുവ അഭിഭാഷകയെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നുള്ളതാണ്. താങ്ക് യു.